വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ ഒരു സൗത്ത് ഇന്ത്യൻ ഡിഷായ വെൺ പൊങ്കൽ റെസിപ്പി കാണാം. നമ്മൾ വെൺ പൊങ്കൽ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് സോനാ മസൂരി അരിയും മൂങ് ദാലുമാണ്, ചെറുപയർ പരിപ്പ്. അപ്പോൾ അത് നമുക്കിത് കഴുകി എടുക്കാം. ഞാൻ ഉപയോഗിക്കുന്നത് 1/4 കപ്പ് മൂങ് ദാലും അതേപോലെ 1/4 കപ്പ് സോനാ മസൂരി റൈസാണ്. സോനാ മസൂരിക്ക് പകരം പച്ചരിയൊക്കെ ഉപയോഗിക്കാം. ഇത് രണ്ടും കൂടെ നന്നായിട്ട് കഴുകുക, ഒരു 3-4 പ്രാവശ്യം കഴുകുക. കഴുകി അതിൻ്റെ വെള്ളം ക്ലിയറായി വരണം. അതിനുശേഷമാണ് ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. മൂങ് ദാലും പയറുപരിപ്പിനെ ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട്. കഴുകി വെള്ളം മൊത്തം കളഞ്ഞു വെക്കുക. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. കുക്ക് ചെയ്യാനായിട്ട് കുക്കറിലേക്ക് ഇതിടാം. ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കാം. നമ്മൾ മൊത്തം അരിയും ദാലും കൂടെ നമ്മൾ എടുത്തേക്കുന്ന 1/2 കപ്പാണ്. ഇതിലേക്ക് 2 കപ്പ് വെള്ളം ചേർക്കാം. അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ നെയ്യ്. ഇനി കുക്കർ ഓണാക്കാം. അപ്പോൾ വെയിറ്റ് ഇട്ട ശേഷം ഹൈ ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ നമുക്ക് വേണ്ടത് നന്നായിട്ട് വെന്ത് ഉടഞ്ഞ ദാലും ചോറുമാണ്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ 1 വിസിലും അതിനുശേഷം തീ കുറച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മളൊരു 3 വിസിലും കൂടാണ് വെച്ചത്. ഏകദേശം 5 മിനിറ്റ് സമയം എടുക്കും. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഒരു 5 മിനിറ്റ്സോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. പ്രഷർ മൊത്തം പോകുന്ന ഒരു ടൈം വരെ റെസ്റ്റ് ചെയ്യുക. അടുത്തായിട്ട് നമ്മുടെ വെൺ പൊങ്കലിൽ മെയിൻ നല്ല ഫ്ലേവർ കൊടുക്കാനായിട്ട് നമ്മൾ നെയ്യ് ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നെയ്ക്കകത്ത് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്ത് തഡ്ക്ക പോലെ കൊടുക്കും. അതാണ് ഇതിൻ്റെ മെയിൻ ഫ്ലേവർ. നമുക്കൊരു 1.5 ടേബിൾ സ്പൂണോളം നെയ്യ് നന്നായിട്ട് ഉപയോഗിക്കും. അപ്പം നെയ്യ് കുറച്ച് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് രണ്ടും കൂടെ മിക്സ് ചെയ്യാം. നെയ്യും ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും ചേർക്കാം. അപ്പം നെയ്യ് ചൂടായി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് ഇട്ട് പൊട്ടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ തന്നെ ജീരകം ചേർക്കാം. ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, 2 വറ്റൽമുളക് കീറിയിടാം. ഇഞ്ചി ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കാഷ്യൂ നട്ട്സ് ഒരു 1.5 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്സ് ചേർക്കാം. ഒപ്പം തന്നെ 2-3 കറിവേപ്പില. അപ്പോൾ വെൺ പൊങ്കൽ ഉണ്ടാക്കുമ്പോൾ ചിലർ മഞ്ഞൾ ചേർത്തുണ്ടാക്കും. ഞാൻ മഞ്ഞൾ ചേർക്കാതാണ് ഉണ്ടാക്കിയേക്കുന്നത്. നമ്മുടെ റൈസിൻ്റെ ടെക്സ്ചർ കണ്ട നല്ല വെന്തു, നല്ല പെർഫെക്റ്റ് കൺസിസ്റ്റൻസി ആയി. അവസാനം നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ കായം പൊടിയും കൂടെ ചേർക്കാം. അതാണ് ഇതിൻ്റെ മെയിൻ ഫ്ലേവർ. നെയ്യുടെ മിക്സർ ഇതിനകത്തേക്ക് ചേർക്കാം. ഇത് തമിഴ്നാട്ടിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിന് കോമൺ ആയിട്ട് കാണാറുള്ളതാണ്. അവരുടെ ഒരു ഫേവററ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഡിഷുമാണ്. ഇത് നമ്മൾ സാധാരണ സെർവ് ചെയ്യുന്നത് ചമ്മന്തിയുടെ ഒപ്പവും സാമ്പാറിൻ്റെ ഒപ്പവും കൂടിയാണ്. നമുക്കിനി സെർവിങ് ബോളിലേക്ക് മാറ്റാം. ഞാൻ ഉപ്പ് 1/2 ടീസ്പൂൺ പറഞ്ഞെങ്കിലും എപ്പോഴും പ്രിഫറൻസ് നോക്കിയിട്ട് ഇടുക. അപ്പോൾ നമ്മൾ വെൺ പൊങ്കൽ സെർവ് ചെയ്യുന്ന ഇതേപോലെ ചമ്മന്തിയുടെയും സാമ്പാറിൻ്റെയും ഒപ്പമാണ്. അതിൻ്റെ കൂടെ ഒരു ഉഴുന്നുവടയും കൂടെ സെർവ് ചെയ്യുകയാണെങ്കിൽ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പിയുടെ മെയിൻ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചേർത്ത കായംപൊടി, കുരുമുളക്, ഇഞ്ചി, അതിൻ്റെയാണ് ഫ്ലേവർ എടുത്ത് വയ്ക്കുക. നല്ല ടേസ്റ്റിയാണ്. ചൂടോടെ വേണം സെർവ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് സെർവ് ചെയ്ത പോർഷൻ എന്ന് പറഞ്ഞത് ഒരു 2 പേർക്ക് അല്ല 2-3 പേർക്കൊക്കെ കഴിക്കാവുന്ന ഒരു ചെറിയ ക്വാണ്ടിറ്റിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.